കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ SFI ബാനറുകൾ നീക്കം ചെയ്തു. ഗവർണറുടെ നിർദ്ദേശം കടുപ്പിച്ചതോടുകൂടിയാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്താണ് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു നിർബന്ധമായും ഇത്തരത്തിലുള്ള ബാനറുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. VC-യോട് റിപ്പോർട്ടും നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഉടനെ തന്നെയാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? വിദ്യ അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറുന്നത്. ഗവർണർ കൂടുതൽ പ്രകോപിതനാകുന്നു. ബാനർ അഴിച്ചു നീക്കാത്തതിനെതിരെ കൂടുതൽ രോഷാകുലനാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും ഉള്ളത് ഇന്ന് ഉച്ചയ്ക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചെത്തുന്ന സമയത്ത് ഗവർണർ ഈ ബാനറുകൾ കാണുകയും ഇത് അഴിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനോട് കയർക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം രോഷാകുലനാവുകയും ചെയ്തിരുന്നു. ആ ബാനറുകൾ ഇതുവരെയും പോലീസ് അഴിച്ചു മാറ്റിയിരുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഗവർണർ അല്പം മുൻപ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനോട് ക്ഷുഭിതനാവുന്ന ഒരു കാഴ്ചയാണ്, രോഷാകുലനാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ബാനർ അദ്ദേഹം തന്നെ, ഗവർണർ നേരിട്ട് തന്നെ പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചു. അതിൽ പ്രധാനമായും എഴുതിയിരിക്കുന്നത് സംഘി ഗവർണർ വാപ്പസ് ജാവോ, ഗവർണർ ഗോ ബാക്ക് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ്. അത്തരത്തിൽ ഉള്ള ബാനറുകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് വലിയ തോതിൽ SFIയുടെ നേതൃത്വത്തിൽ ഉയർത്തിയിരുന്നു. ആ ബാനറുകളാണ് ഇപ്പോൾ ഗവർണർ ഇടപെട്ട് അഴിച്ചു മാറ്റുന്നത്. അതേസമയം ഗവർണർ എത്ര ബാനർ അഴിപ്പിച്ചാലും ബാനർ വീണ്ടും കിട്ടുമെന്നൊരു വെല്ലുവിളിയാണ് SFI ഉയർത്തുന്നത്. ഒരു ബാനർ അഴിക്കുന്നതിന് പകരം 100 ബാനർ കിട്ടുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ എല്ലാ കാലത്തും തുടരാനാകില്ല എന്ന് രോഷാകുലനായി ഗവർണർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് ബാനറുകൾ നീക്കാത്തതിനെതിരെ ഈ ജില്ലാ പോലീസ് മേധാവി, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനോട് ഗവർണർ കയർക്കുന്നത്. പിന്നീട് പോലീസുകാരോട് കയർത്തുകൊണ്ട് ആ ബാനറുകൾ അഴിച്ച് മാറ്റുന്ന സാഹചര്യമുണ്ടായത്. ആ ബാനറുകളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അഴിച്ച് നീക്കിയിരിക്കുകയാണ്. വിദ്യ, റിയാസ് സൂചിപ്പിച്ചപ്പോൾ തന്നെ നടപടി ഗവർണർ കയർത്തതോടുകൂടി നടപടി പെട്ടെന്ന് സംഭവിച്ചു. എന്നാൽ 1 പകരം 1000 ബാനറുകൾ ഉയർത്തുമെന്നാണ് ഇപ്പോൾ SFI പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിഷേധം ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നല്ലേ ഇതിന്റെ അർത്ഥം? തീർച്ചയായും. എന്തായാലും ഇന്നലെ ഗവർണർ വരുന്ന പശ്ചാത്തലത്തിൽ തന്നെ SFI കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് തേഞ്ഞിപ്പലത്ത് ആസ്ഥാനത്തിന് മുൻപിൽ വലിയ തോതിലുള്ള പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ 100ഓളം SFI പ്രവർത്തകർക്കെതിരെ കേസ് എടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്ന് അങ്ങനെ ഉണ്ടായ സാഹചര്യം ആയിരുന്നു. ഇന്ന് പിന്നീട് ഗവർണർ പങ്കെടുക്കുന്നത് ഒരു സ്വകാര്യ ചടങ്ങാണ്, ഒരു വിവാഹ സൽക്കാര ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഉണ്ടാകില്ലെന്ന് SFIയും CPIയും വ്യക്തമാക്കുകയും പ്രതിഷേധം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ ഈ ബാനർ ഉയർത്തിയതിന്റെ പേരിൽ വലിയ തോതിൽ പ്രകോപിതനാകുന്ന ഒരു സാഹചര്യം ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. അങ്ങനെ ആ ഗവർണർ കൂടുതൽ രോഷാകുലനായ പശ്ചാത്തലത്തിൽ നാളെ ഗവർണർ ഈ ക്യാമ്പസിൽ തന്നെയുണ്ട്. ക്യാമ്പസിൽ വൈകിട്ട് 3:30 നടക്കുന്ന പരിപാടിയിൽ ഗവർണർ ആണ് ഉദ്ഘാടകനായി പങ്കെടുക്കുന്നത്. അതൊരു സെമിനാറാണ്. ഭാരതീയ വിചാര കേന്ദ്രം നടത്തുന്ന ആ സെമിനാറിൽ, സർവകലാശാലയുമായി സഹകരിച്ച് നടത്തുന്ന ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ഗവർണറാണ്. അതിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള SFIയുടെ പ്രതിഷേധം എന്തായാലും ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് SFIയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നാളെ വലിയ ഒരു പ്രതിഷേധത്തിനായിരിക്കും ഈ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിക്കുക. വിദ്യ, റിയാസ് വ്യക്തമാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI സ്ഥാപിച്ച ബാനർ പോലീസ് അഴിച്ചു മാറ്റി. നടപടി രണ്ടാമതും പോലീസിനോട് അഴിച്ചു മാറ്റണമെന്ന് ഗവർണർ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് സംഘി ചാൻസലർ ഗോ ബാക്ക് ബാനറാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കടുപ്പിച്ച നിർദ്ദേശം വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ബാനറുകൾ അഴിച്ചു മാറ്റിയത്. വിവരങ്ങളുമായി ചേർന്നത് റിയാസ് KMR ആണ്.